ഈ റീല് കാണുന്ന പലരും ഭർത്താവിൻ്റെ വായിലേക്ക് ഭാര്യ ഇങ്ങനെ ഈ കപ്പ പുഴുങ്ങിയത് വെച്ച് കൊടുക്കുകയാണ്, ഇങ്ങനെ ചമ്മന്തിയുമായിട്ട്. ഭർത്താവ് ഇങ്ങനെ വാ തുറക്കുന്നു, ഭാര്യ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആ സ്നേഹം ഇങ്ങനെ ഇങ്ങനെ പിന്നെ എന്താണ് ഒഴുകുന്നത് റീലാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഷോട്ട്, 30 സെക്കൻഡ് കട്ട് ചെയ്യുന്നു, അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാർക്കരയിൽ ഇരുന്ന് കാണുന്ന ഒരു സഹോദരി പറയുന്നു, ഓ ഇവിടെ ഒരുത്തമുണ്ട്, ഒരു കെട്ടിയോയി, അവൻ എൻ്റെ വായിൽ പുഴുങ്ങിയ കപ്പയും വെച്ച് തരൂല, ഒരു പിടി ഭക്ഷണം എന്നെ കൊണ്ട് വായിൽ വെച്ച് കൊടുക്കാൻ സമ്മതിക്കുകയില്ല. ഇയാൾ എന്ത് മനുഷ്യനാ? എൻ്റെ പെങ്ങളെ, റീൽസിൽ കണ്ടിട്ട് റിയലാണെന്ന് കരുതി നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്. അവിടെ റീൽസ് എടുത്തിട്ട് പിന്നെന്താ ഉണ്ടായത് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അവിടെ പിന്നെന്താ ഉണ്ടായെന്ന് അറിഞ്ഞൂടല്ലോ. ഈ വായിലേക്ക് ചിലപ്പോ ഈ സാധനം വെച്ചു കൊടുത്തതിന് ശേഷം കസേര എടുത്തിട്ട് അവൾ ഇവനടിച്ചിട്ടുണ്ടാവാം. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബ പ്രശ്നം തീർപ്പാക്കാൻ വേണ്ടി പോയി. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉണ്ടതാ, ഒരുമിച്ച് പോകൂല. 2 കമ്മിറ്റിക്കാരും പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം പെണ്ണ് സമ്മതിച്ചു, മക്കളൊക്കെ ആയല്ലേ, എന്തായാലും എൻ്റെ വിധി, തലവിധി, ഞാൻ ഇയാളെ സഹിച്ചോളാം, ഒരുമിച്ച് പോവാം. അപ്പോൾ ഓക്കെ ആയി. ചെക്കനോട് ചോദിച്ചു, ചെക്കനെന്ന് പറയാൻ പറ്റൂല, മക്കളൊക്കെ ഉള്ള ആളാ. അപ്പം ഇയാളോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്ക് നമുക്ക് ചിരി വരുമെങ്കിലും ദയനീയമാണ്. അയാൾ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇനി എന്നെ അവൾ അടിക്കാൻ പാടില്ല, അവൾ എന്നെ ഇനി അടിക്കരുത്. അപ്പോൾ ഒരു വീട്ടിൽ ഈ മീശയൊക്കെ വെച്ചുകൊണ്ട് ആരും ഒന്നും പുറത്തു പറയാത്തതാ. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു പുതിയ സംവിധാനമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? എന്താണ്? വനിതാ കമ്മീഷനുണ്ട്. നമുക്കാരുണ്ട്? നമുക്കാരെങ്കിലും ഉണ്ടോ? എവിടെ പോയാലും നമുക്ക് തന്നെ കുറ്റം. അതുകൊണ്ട് വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്നും ഈ ഷിംജിത മുസ്തഫ, ആര് സലാത്തിൽ കളയരുത്, ഷിംജിത മുസ്തഫ എന്ന പെങ്ങളുടെ ആ ഒരു ചില മോശമായ നടപടിയിൽ, അങ്ങനെ നമുക്ക് പറയാം, നമുക്ക് വെറുപ്പൊന്നുമില്ല, അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതുണ്ടായി. അങ്ങനെ നാളെ എനിക്ക് ആ നാട്ടിലെ പ്രസംഗം വടകരയിൽ. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു സംഭവം എടുത്ത് പുറത്ത് വിട്ട് ആകെ നാറി ആ പാവപ്പെട്ട ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ഈ ദീപക് എന്ന് പറയുന്ന സഹോദരൻ്റെ അമ്മയ്ക്കും അച്ഛനും 3,17,000 രൂപ 2 പ്രവാസി മലയാളികളിൽ നിന്നുകൂടി വാങ്ങിയിട്ട് രാഹുൽ ഈശ്വർ കൊണ്ട് കൊടുത്തിട്ട് കൊല്ലം ജില്ലയിലൊരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ തഴവയിൽ ആ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം വേദിയിലേക്ക് വന്നു. ഞാൻ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. സാമ്രാജ്യത്വ വിരുദ്ധനും ഫാസിസ്റ്റ് വിരുദ്ധനും ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ടൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആംഗിളിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ റീൽസ് കണ്ടിട്ട് അതാണ് റിയൽ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹമുണ്ട്. അങ്ങനെയൊന്നും അല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറവുകൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവും. പെങ്ങന്മാരെ, എല്ലാം തേഞ്ഞവരൊന്നും അല്ലല്ലോ. ചിലർ പറയും, ഓ മുസ്ലിയാരെ ഭാര്യ ആയിരുന്നെങ്കിൽ റാഹത്തായേനെ. തോന്നല. മുസ്ലിയാരെ ഭാര്യ വിചാരിക്കുന്നത് എന്താ? ഓ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആയാൽ മതിയായിരുന്നു പടച്ചോനെ. അപ്പം ഗൾഫുകാരൻ്റെ ഭാര്യ ആയാൽ പറയും, പടച്ചോനെ ഒരു പോലീസുകാരൻ്റെ ഭാര്യ ആയാൽ മതിയായിരുന്നെന്ന്. ഇത് ആഗ്രഹങ്ങൾ പരന്ന് നടക്കൂ. ഒന്നിലും ഉടക്കി നിൽക്കൂല, ഒന്നിലും പോയി നിൽക്കൂല, ഒന്നും ഇടിച്ച് നിൽക്കണ്ട എവിടെയെങ്കിലും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് എഴുതിയ അല്ല, അതിനു മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു എഴുതിയ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. നിങ്ങളുടെ കല്യാണം ആലമുൽ അർവാഹിൽ വെച്ച് ഉറപ്പിച്ചതാ. പിന്നെ 50,000 ബ്രോക്കർക്ക് വെറുതെ കൊടുത്തതാ നിങ്ങളെ തലവര. പിന്നെ അതിനെ ഒന്നുകൂടി രേഖാമൂലം ഉറപ്പിച്ചത് ഉമ്മയുടെ വയറ്റിൽ 4-ാം മാസത്തിലാണ് നിങ്ങൾ ആര് കല്യാണം കഴിക്കുമെന്ന്. അതിനുശേഷം ഭൂമിയിൽ പല ആലോചന വന്നിട്ട് ഈ ലഡുവും ബിസ്ക്കറ്റും ചായയും പോയതല്ലാതെ വേറെ എന്തുണ്ടായി? അതൊന്നും നടക്കൂല. നിങ്ങൾക്ക് എഴുതിയത് 2 ലോകത്തും, ആലമുൽ അർവാഹിലും അർഹാമിലും എഴുതിയത് അവിടെ കിടക്കുന്നേ ഉള്ളൂ, അതിനി വരാനേ നിൽക്കുന്നുള്ളൂ. അങ്ങനെ കിട്ടിയ ഭർത്താവിനെ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സഹിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ വരും. അതിന് നിങ്ങൾക്ക് അള്ളാഹു കൂലിയും തരും. ആസിയ ബീവിക്ക് കൊടുത്ത കൂലി. പൊന്നു ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് എഴുതപ്പെട്ടതാണ്, തലവരെയാണ്. നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സഹിച്ചോളീൻ. അയ്യൂബ് നബിക്ക് അള്ളാഹു കൊടുത്ത കൂലി നിങ്ങൾക്കും തരും. ഇതെൻ്റെ വാക്കല്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക.
റീൽസ് കണ്ടിട്ട് റിയലാണെന്ന് ചിന്തിക്കരുത്. റിയലായ സ്നേഹം ഒന്നേ ഒന്ന് മാത്രമാണ്. അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ ലാ അറാ ബഅദ ഹബീബി അഹദാ. എന്റെ മുത്തിനെ കണ്ട കണ്ണുകൊണ്ട് എന്റെ മുട്ടില്ലാത്ത മദീന എനിക്ക് വേണ്ട റബ്ബേ, എന്റെ കാഴ്ച ഒന്ന് തിരിച്ചെടുക്കൂ റബ്ബേ. അതുപോലെ പടച്ചവനെ, എനിക്ക് കിടന്നിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളാനാ തോന്നുന്നത്, മരിച്ചാൽ എന്റെ മുത്തിനെ കാണാമല്ലോ എന്ന് പറഞ്ഞ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഖുർആൻ അവിടെയാണ് പറഞ്ഞത്, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ബിതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രണ്ടാരക്കരയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, സുന്നത്ത് മുറുകെ പിടിച്ച് നബി തങ്ങളെ സ്നേഹിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മിനന്നാസി മൻ യുജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം വഇദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർത വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. വാക് സാമർത്ഥ്യം കൊണ്ട്, വാക്കസർട്ട് കൊണ്ട്, വാക്ചാതുരി കൊണ്ട്, പ്രസംഗ വൈഭവം കൊണ്ട് നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നെന്ന് വേദിയിലും സ്റ്റേജിലും പേജിലും നേരിട്ടും അല്ലാതെയും പറയും. പക്ഷെ പ്രവർത്തനങ്ങൾ മുഴുവനും ഫസാദും നശിപ്പിക്കലും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല. ആത്മാർത്ഥ സ്നേഹം ഏതാ? മരിക്കേണ്ടി വന്നാലും മയ്യശ്ശരി നഫ്സഹു ബിതിഗാ അമർളാത്തില്ല. ഇത് രണ്ടും ബഖറയിൽ അടുത്തടുത്ത ആയത്തുകളാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയുടെ സ്നേഹമായി നമുക്ക് മാറണം. ആ സ്നേഹം, ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ഒരാളോട് സ്നേഹം വേണ്ട, ഇപ്പം രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കാൻ, വീട്ടിൽ വന്നിട്ടൊരു കുട്ടി പറയാണ്, ഉമ്മ എനിക്ക് 3 കോടി രൂപയുടെ കാറ് വേണം, എനിക്ക് 3 കോടി രൂപയുടെ കാറ് വേണം. അപ്പം ഉമ്മ ചോദിച്ചു, എന്താടാ 3 കോടി രൂപയുടെ കാറ്? ഞാനൊരു പെണ്ണിനെ വളയ്ക്കാൻ, ഞാനൊരു പെണ്ണിനെ ലൈൻ അടിക്കാൻ സ്കൂളിൽ, അവളെ വീടിന്റെ പോർച്ചിൽ 2 കോടി രൂപയുടെ വണ്ടിയുണ്ട്, എനിക്ക് അവളെ വളയണമെങ്കിൽ 3 കോടി രൂപ വണ്ടി വേണം. ഇത് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും പറയാൻ പറ്റാത്ത ലോകമാണ്. ഇത് എവിടെ നടന്നതെന്ന് നമുക്ക് ഓർമ്മയിക്കൂല. ഞാൻ എവിടെ ഈ കുട്ടുമ്മ കുട്ടു ഇവിടെ ഒന്നും അല്ലല്ലോ, കുട്ടുമ്മ കുട്ടു ഇത് പറയാൻ പറ്റൂല, എവിടാണ് ഇതൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ പ്രായമുള്ള പാപ്പാർക്ക് ഇതൊന്നും തിരിയില്ല. കാരണം അവർ ഈ പുതിയ ലോകത്തൊന്ന് അള്ളാഹു അവർക്ക് കൊടുത്ത ലൗലാ ശയൂഖുൽ ലില്ലാഹി റുക്കഉ വസുബിയത്തും മീനൽ ലതാമാറുല്ലാഹു വമുഹമ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും അമ്മിഞ്ഞ പാൽ നുകരുന്ന യതീമക്കളും മൈതാനിയിൽ മേയുന്ന കാലിമൃഗങ്ങളും ഇല്ലേ അദാബ് തലയ്ക്കുമീതെ ചൊരിഞ്ഞതും. ഇവരുള്ളത് കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്. ഈ ഫേസ്ബുക്കും ഒന്നും അറിയാത്ത കുറേ പാപ്പാരുണ്ട്, ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ അഭിവന്ദനായ ഷെയ്ഖുന പിന്നെ KP ഉസ്താദ്, ആ KP ഉസ്താദിന് പുതിയ ലോകത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ദുനിയാവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല. ആ നിലയിൽ ജീവിക്കുന്ന കുറേ വൃദ്ധരന്മാരായ ആളുകൾ, അവരുള്ളത് കൊണ്ടാണ് ഈ ഭൂമി അള്ള പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പൊടിപ്പ് കൊണ്ട് അള്ള എന്നെ തലകീഴായി മറിച്ചേനെ. അതിൻ്റെ സമൂഹം കാണിച്ചതിൻ്റെ 1000 ഇരട്ടിയല്ലേ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നേ, അല്ലേ? എന്തിനെങ്കിലും കുറവുണ്ടോ? ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിന്നിലാണോ? എല്ലാത്തിനും നമ്മൾ മുന്നിലല്ലേ, എല്ലാത്തിലും മുന്നിലല്ലേ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഈ ആയുസ്സിൽ മുത്തുനബിയെ സ്നേഹിച്ചിട്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ലയിച്ചു ചേരാൻ ആഷിഖുർ റസൂൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്, കണ്ണൂര്. എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം! വേദിയിലും സ്റ്റേജിലൊന്നും വരെ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാ. പലപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, ദ്വാരക്കണേ. ഈ കൊടും ക്രിമിനലും പാപിയായി എന്നോട് വിളിച്ചിട്ട് പറയും, ദ്വാരക്കണേ. എന്നിട്ട് ഉടനെ പറയുന്നത്, ബഖീൽ അടങ്ങണം, മുത്തുനബിയിൽ ലയിക്കണം, അതിനുവേണ്ടി ദ്വാരന്നാ മതി. അസുഖം മാറാനോ ആയുസിനോ പൈസയ്ക്കോ ഒന്നുമല്ല. മദീന ബഖീൽ അടങ്ങണം, മുത്തുനബിയിൽ ലയിക്കണം, അതിനുവേണ്ടി ദ്വാരക്കണേ. ഞാൻ അദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പോൾ എത്രയോ തവണ റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടിരിക്കുക. എത്രയോ തവണ. ഒരു തവണയെങ്കിലും മുഹമ്മദ് നബി പോട്ടെ, ഗുലാം നബിയെ പോലെ സ്വപ്നം കണ്ടോ നമ്മൾ? ഇതുവരെ നമുക്കതിനുള്ള കണ്ണിന് ഭാഗ്യമുണ്ടാ പെങ്ങളെ? 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ മോശമായ രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് യോഗ്യത കണ്ണിന്?
എന്നാ നിങ്ങൾ കേട്ടോ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചിട്ട് ഒരു വഖത്ത് പോലും നിസ്കരിക്കേണ്ടി വന്നില്ല. പക്ഷേ ആ മനുഷ്യൻ അള്ളാഹുവോടുത്ത ആദരവ് നിങ്ങൾക്കറിയണോ? നീണ്ട 40-50 വർഷം തഹജ്ജുദ് മുടങ്ങാത്ത എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ടാകണം. ഒരു കാരണവശാലും സ്നേഹം കുറയാൻ പാടില്ല. അമല് വേറെ, സ്നേഹം വേറെ. ഇത്തിബാ വേറെ, മഹബത്ത് വേറെ. ഇത്തിബാവ് വേറെ, മഹബത്ത് വേറെ. രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് വശമാണ് നാണയത്തിൻ്റെത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അസ്വദുർ റാഇ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അസ്വദുർ റാഇ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുത്തഅല്ലിമീങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അസ്വദുർ റാഇ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കറുത്ത ആട്ടിടയൻ. കറുത്ത ആട്ടിടയൻ നമുക്ക് അങ്ങനെ വിളിക്കാൻ, മലയാളത്തിൽ വിളിക്കാൻ കഴിയില്ല. അദ്ദേഹം ജൂതന്മാരുടെ ആട്ടിൻപറ്റങ്ങളെ ഖൈബറിൽ മേച്ച് നടന്ന ഒരു മനുഷ്യനാണ്. ഖൈബറിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് പ്രത്യേകമായ പേരില്ല. അയാളുടെ ശരീരം പോലെ പേരിട്ട് കൊടുത്ത അസ്വദുർ റാഇ, ആട്ടിടയനായ കറുമ്പൻ എന്ന് പേര് വിളിച്ചത് ജനങ്ങളാണ്. അയാൾ കൊടുക്കാൻ തുണിയൊന്നുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഈ പറയുന്ന ജൂതന്മാരെന്ത് കൊടുക്കുക, അതല്ലാതെ കഴിക്കാനൊന്നുമില്ല. അസ്വദുർ റാഇ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഖൈബർ കോട്ട വളയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഖൈബറിന്റെ കോട്ട വളയാൻ വന്നതെന്ന വിവരമറിഞ്ഞപ്പോ സഹോദരങ്ങളെ, ആളുകളോട് ചോദിച്ചു, ആരാ ഖൈബറിന്റെ കോട്ട വളയുന്നത്? അത് മുഹമ്മദാണ്. ഏതായി മുഹമ്മദ്? അറിയില്ല. ആട്ടിടയൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല. സഹോദരങ്ങളെ, ആടറിയുന്നു അങ്ങാടി വാണിഭമെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ആട്ടിടയനും അറിയില്ല ഒരിക്കലും മറ്റുള്ള വിവരങ്ങൾ. ആരോ പറഞ്ഞു കൊടുത്തു, സ്നേഹത്തിന്റെ പ്രതീകമാണ് മുഹമ്മദ്, സ്നേഹം പഠിപ്പിക്കുന്ന ദൂതനാണ് മുഹമ്മദ്, അല്ലാഹു എന്ന ഏകനായ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നതാണ് മുഹമ്മദ്. സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്ന് സൃഷ്ടാവിന്റെ അടിമത്വത്തിലേക്ക് സൃഷ്ടികളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നവനാണ് മുഹമ്മദ്. ഇത് കേട്ടപ്പോൾ ആട്ടിൻപറ്റങ്ങളെ വിട്ടിട്ട് നേരെ ചെന്നു റസൂലുള്ളാഹി ഇരിക്കുന്ന ടെന്റിനകത്തേക്ക്. വല്ലാതെ ദുർഗന്ധം വമിക്കുകയാ. ആടിന്റെ നാറ്റവും ആടിന്റെ ദുർഗന്ധവും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വിയർപ്പിനുമാ ഗന്ധമാണ്. കറുത്ത് കരിവാളിച്ചിരിക്കുന്ന അസ്വദ്, ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന റാഇ. അസ്വദുർ റാഇ ചെന്ന് ദൂരേക്ക് മാറി നിന്നപ്പോ എന്തോ ഒരു മുൻച, എന്തോ ഒരു സൗന്ദര്യമാ. 14 പൗർണമി ആകാശസീമയിൽ ഉദിക്കുന്നതിന് പകരം അവിടത്തെ ഇവിടെ ചെഞ്ചുണ്ടിൽ വന്നുദിച്ചോ എന്ന് തോന്നിപ്പിക്കത്തക്കവണ്ണം ആ ചുവപ്പ് കലർന്ന വെളുത്ത നിറത്തിലെ ചെഞ്ചുണ്ടുകൾ കണ്ടപ്പോൾ, പല്ലിമുട്ട നിരട്ടി വെച്ചതുപോലെ ദന്തനിരകൾ കണ്ടപ്പോൾ, വില്ലൊത്ത പുരികങ്ങൾ കണ്ടപ്പോൾ, വീതിയുള്ള നെറ്റിത്തടം കണ്ടപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ആ പൂമേനി ഇങ്ങനെ അങ്ങ് കണ്ടപ്പോ, സൗന്ദര്യത്തിന്റെ പ്രതീകമേ, സൗന്ദര്യം പോലും പടയ്ക്കപ്പെടാൻ കാരണഭൂതരേ മുഹമ്മദ് മുസ്തഫ. ആ സൗന്ദര്യം ദൂരെ നിന്ന് കണ്ടപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ അറപ്പ് വന്നു പോയ അസ്വദുർ റാഇ, ശരീരം മുഴുവനും ആട്ടിൻപറ്റങ്ങളുടെ ദുർഗന്ധം ഇങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞു പൊങ്ങുകയാ. ആ മനുഷ്യൻ മാറി നിന്നപ്പോൾ റിസാലത്തിന്റെ കൈകൊണ്ട്, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച കൈകൊണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ പോയ പടച്ചവന്റെ സാന്നിധ്യം നനവ് കൊണ്ടറിഞ്ഞ കൈകൊണ്ട് മഹാനായ പ്രവാചകൻ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കുകയാണ്, വരൂ. അസ്വദുർ റാഇ, അസ്വദുർ റാഇ പേടിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെന്നാ വന്നത്? മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഞാൻ ഈ ഖൈബറിന്റെ കോട്ടയ്ക്കപ്പുറത്തെ യഹൂദികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്നവനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഉദ്ദേശം? വന്നതിന്റെ ഉദ്ദേശം എന്താ? അങ്ങയൊന്ന് കാണണത്രേ ഉള്ളൂ, അടുത്തേക്ക് വരൂ. ആ സമയത്ത് അസ്വദുർ റാഇ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ ദുർഗന്ധം അങ്ങ് സഹിക്കുവോ? എന്റെ ദുർഗന്ധം അങ്ങ് സഹിക്കുവോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അടുത്തേക്ക് വരൂ. റിസാലത്തിന്റെ പൂമേനി, കസ്തൂരിയുടെ വാസനയുള്ള വിയർപ്പിന്റെ കണങ്ങൾ പടിയുന്ന മുത്തുനബിയേ, ആ ദുർഗന്ധം നമിക്കുന്ന അസ്വദുർ റാഇയെ ചേർത്തങ്ങ് പിടിച്ചു. ഉറക്കമാണോ? കണ്ണിറുക്കി കണ്ണൊന്ന് ചെമ്മി നോക്കി, ഞാൻ ഉറക്കത്തിലാണോ? പ്രിയപ്പെട്ട പെങ്ങളെ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? അല്ലാഹു ഏകനാണ് മോനെ, അവനെ അല്ലാതെ സുജൂദ് ചെയ്യരുത്,
അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. സൃഷ്ടാവാണ് അല്ലാഹു, അവന്റെ അടിമകളാണ് സൃഷ്ടികളായ നമ്മള്. സൃഷ്ടികളുടെ അടിമത്വം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോ ചോദിച്ചു, നബിയെ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ നിറം അല്ലാഹുവിന് ഇഷ്ടമാകുമോ? എന്റെ നിറം അല്ലാഹുവിന് ഇഷ്ടമാകുമോ? എന്റെ ദുർഗന്ധം അല്ലാഹുവിന് ഇഷ്ടമാകുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ല നോക്കുന്ന രൂപലാവണ്യങ്ങളിലും വേഷഭാഷഭേദങ്ങളിലും രൂപലാവണ്യങ്ങളിലും അതുപോലെ നിന്റെ ഹൃദയത്തിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ചൊല്ലിക്കോ. ഉടനെ കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ളാഹിയുടെ കരം പുൽകിയിട്ട് കെലിമ ചൊല്ലുകയാ. കെലിമ ചൊല്ലിയിട്ട് ചോദിച്ചു, നബിയെ ഇനി ഞാൻ എന്താ വേണ്ടത്? ആ സമയത്ത് അസ്വദുർ റായിയോട് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, യുദ്ധമാണല്ലോ, കൂടെ കൂടിക്കോളൂ. സഹോദരങ്ങളെ, ഒരു വഖത്തിന്റെ ബാങ്ക് കേൾക്കാനുള്ള സമയമായിട്ടില്ല, നിങ്ങളറിയണേ. അപ്പോഴാണ് പെട്ടെന്നൊരു ബോധോദയം വന്നു, നബിയെ എന്റെ ആട്ടിൻ പറ്റങ്ങൾ അവിടെ നിൽക്കുകയാ, ഓടിച്ചെല്ലൂ, എന്നിട്ട് അതിനെ ഉത്തരവാദിത്വമുള്ള യജമാനനെ ഏൽപ്പിച്ചിട്ട് വരൂ. ഓടി അവിടെ നിന്ന് എന്നിട്ട് ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുവന്ന് യഹൂദിയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് ഓടി ഇലാ ഹളറത്തി റസൂലില്ലാ, മുത്തുനബിയുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് രണാങ്കണത്തിൽ യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുകയാ. പ്രിയപ്പെട്ടവരെ, ചില പോരാട്ടങ്ങൾ കാഴ്ചവെച്ചു, പക്ഷേ രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയാ. അദ്ദേഹം രക്തസാക്ഷിയായി. കുറെ കഴിഞ്ഞിട്ട് റസൂലുള്ള എല്ലാവരുടെയും മുഖം ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ, രക്തസാക്ഷികളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്തിങ്ങനെ നടന്നു വരുമ്പോൾ അസ്വദുർ റായിയുടെ അടുത്തെത്തുകയാ. അസ്വദുർ റായിയുടെ മുഖത്ത് ഒരു വട്ടമേ റസൂലുള്ള നോക്കിയുള്ളൂ. പെട്ടെന്ന് കണ്ണങ്ങ് മാറ്റി. സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? എന്തോരു മണമാ സഹാബാ. ആ അസ്വദുർ റായിയുടെ ചുടുനിണം ശരീരത്തിൽ നിന്ന് പൊലിഞ്ഞിറങ്ങിയപ്പോ അതിന് വല്ലാത്ത സുഗന്ധമാ. നമ്മളെ കണ്ട അസ്വദുർ റായിയല്ല, വെളുപ്പ് വെളുത്ത് വെള്ളാരം കല്ല് പോലെ കിടക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങളോട് ചോദിച്ചു, മുഖം വെട്ടിച്ചത് എന്തിനെന്ന് പറയൂ നബിയേ. അസ്വദുർ റായിയുടെ അടുത്തേക്ക് ഞാൻ നോക്കുമ്പോ ഹൂർലീങ്ങളുമായി രമിക്കുകയാ, ഹൂർലീങ്ങളുമായി സല്ലാപത്തിലാ. എന്റെ പ്രിയപ്പെട്ട രണ്ടാർക്കരയിലെ പെങ്ങളോട്, എന്റെ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുകയാ, ഒരു വഖത്ത് നിസ്കാരം അസ്വദുർ റായി നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് അസ്വദുർ റായി പിടിച്ചിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടില്ല, പുണ്യ പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പൊന്നാര നബിയോടുള്ള സ്നേഹം മണിക്കൂറുകൾ മാത്രം. അതിങ്ങനെ സ്നേഹം ഇങ്ങനെ പാരമ്യതയിലെത്തിയപ്പോൾ ഇഷ്കിന്റെ പാലാടി തീർത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി രക്തസാക്ഷിത്വം ഭരിച്ച് ധീര മുജാഹിദായി ഷഹീദായി പല ലോകത്ത് പച്ചപ്പനം തത്തകളുടെ ഉള്ളറകളിൽ സന്നിവേശിക്കപ്പെട്ട ആത്മാക്കളിൽ അർശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ അഭയം പ്രാപിക്കുന്ന ഏറ്റവും ഉദാത്തമായ ലോകത്തേക്ക് അസ്വദുർ റായി കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമൽ ഒരുപാട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് അമലുകൾ കൈവശം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാനൊരു സമൂഹത്തെ കാണുന്നുണ്ട്, പരലോകത്ത് അവര് തിഹാമാ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് വരും. പക്ഷേ അവരുടെ അമലുകളെ അല്ലാഹു ആക്കുന്നത് ഹബാഅം മൻസൂറാ, ധൂമധൂളികളാക്കി മാറ്റിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഇബാദത്തുകൾ ഇങ്ങനെ വലിയ ഒരു ടോറസ് നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഉള്ളത് അല്പമെങ്കിലും ഹൃദയത്ത് അകതാരിൻ്റെ അകക്കാമ്പില് അനുരാഗം ആദരവായ നബിയോട് ആണിക്കല്ലിട്ടുറപ്പിച്ച് അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന അനുയായികളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞോ, നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് ചൊല്ലുമ്പോഴും ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്, ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാ. എനിക്ക് കഴിയുന്ന സുന്നത്തുകളൊക്കെ ഞാൻ മുറുകെ പിടിക്കുമെന്ന് നിയത്ത് വെക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാളെയുള്ള ബക്കരെടുക്കാനും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ലൊരു സംഭാവന ഈ ബക്കറ്റിലിടണം ഇൻഷാ അല്ലാഹ്.
അള്ളാഹു ജാരിയായ സ്വതക്കിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ്, ഒരുപാട് ചെലവുള്ളതാണ്. ഇതിൻ്റെ ശേഷം തങ്ങളെത്തിയോ നവാസ് സാഹിബേ? എത്താറായി? നേരെ വീട്ടിലെത്താറായി. അപ്പോൾ എത്തുന്നതനുസരിച്ച് പറയണേ, ഒരുപാട് വൈകണ്ട. കാരണം ആളുകൾ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ നമുക്ക് നേരത്തെ തന്നെ പിരിയണം ഇൻഷാ അല്ലാഹ്. തബറുക്കിന്റെ ഭക്ഷണം അല്ലേ, ഭക്ഷണം കൊടുക്കും, ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വന്ദേ ഭാരത് പോകാൻ പോലെ പോവല്ലേ, ഒന്ന് ചെറിയ സ്പീഡ് കുറച്ച് പോയി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സഹായിക്കണം. സ്ത്രീകളുടെ ഭാഗത്ത് എങ്ങനെയാ ബക്കറ്റ് ആരാ എടുക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഈ മൈക്കിനും ഒക്കെ ആവശ്യമായ കുറച്ച് പൈസയുടെ ഒരു വിഹിതമെങ്കിലും നമ്മുടെ ഈ ബക്കറ്റിൽ ഉണ്ടാകണം, കാര്യമായി ഇടണം. ഒരൊറ്റ ദിവസത്തെ പരിപാടിയല്ലേ, നബിതങ്ങളുടെ പേരിലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് കാര്യമായ സംഭാവനകളൊക്കെ കൊടുക്കി. നാസിമുദ്ദീൻ ബാഫഖി തങ്ങൾ ദുആക്കി വരുമ്പോൾ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന്റെ ശരീക്കും കൂടിയാണ്, അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ഒരുപാട് ബന്ധങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ദുആ കഴിയാതെ ആരും പോകരുത്. ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട്, അതെല്ലാം വാങ്ങി പോകാവൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ബക്കറ്റിൽ കാര്യമായ രീതിയിൽ കണ്ടോളി. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവർ പറയും പോലെ നമ്മൾ വസ്ത്രം ധരിക്കും അല്ലേ, അവർ പറയും പോലെ നമ്മൾ ചരിക്കും, അവർ പറയും പോലെ നമ്മൾ ജീവിക്കും. പൊതുവെ അങ്ങനെയാണ്. ആരാണോ ഇഷ്ടപ്പെടുന്നത്, കാമുകനോട് പറയാ നീ ഇന്ന് ഇന്ന ഡ്രസ്സ് ഇടാൻ പറഞ്ഞാൽ അതിടും, നീ ഇന്ന് ബ്ലാക്ക് കളർ ചുരിദാർ ഇടണമെന്ന് പറഞ്ഞാൽ അവളെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിടും. അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയെ മുട്ടുകയറ്റി വയറ്റിന് കുത്തി മലർത്തി അടിച്ചിട്ടു. എന്താ കാണുമെന്ന് പോലീസ് ചോദിച്ചവൻ പറയാ എൻ്റെ ഫേസ് ക്രീം കാണാനില്ല. അതാ ഞാൻ മുഖത്തിടുന്ന ക്രീം ഉണ്ടല്ലോ അത് വെച്ചെടുത്ത് കാണുന്നില്ല, അത് ഈ കിളവി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഒരു അമ്മയെ പല വേദികളിലും നമ്മൾ പറയാറുണ്ട്. അന്ന് ഈ കിളവി ചെറുപ്പക്കാരിയായിരുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ഗുളിക വാങ്ങി കഴിച്ചെങ്കിൽ എവൾ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഗുളിക നമ്മളെ വാപ്പായും ഉമ്മായും അന്ന് വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അബോർഷനായി പോകുന്നതിന് പ്രധാനമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് ഈ നമ്മുടെ പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിൾ വെട്ടിയിട്ട് അവർ തിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടാവുമായിരുന്നോ? എൻ്റെ ഭാര്യയും മക്കളെന്ന് പറയുന്ന എൻ്റെ സന്തോഷം ഒന്നും ഉണ്ടാവുമായിരുന്നോ? ഇതൊക്കെ തിരിച്ചറിയാൻ ഈ മക്കൾക്ക് എന്നാ സമയം? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വരയ്ക്കുന്ന വരയിൽ നമ്മൾ നിൽക്കും, അതിൽ ഒരു തർക്കമില്ല. അതിന് എന്തൊക്കെ സംഭവിച്ചാലും കാമുകനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു കാമുകനെ ജീവിതത്തിലൊരു കാമുകനെ ഇഷ്ടപ്പെട്ടിട്ട് കാമുകനോട് വരാൻ പറഞ്ഞു. അവൻ വന്നിട്ട് പറഞ്ഞു ഭർത്താവിന് നല്ല ബിരിയാണി വെച്ച് കൊടുത്തു. പാവം ആർത്തിയോടെ ഭാര്യ ഉണ്ടാക്കി തന്നല്ലേ, വാരി തിന്നു. പക്ഷെ വിഷം ചേർത്തത് ഈ പാവം അറിയുന്നുണ്ടോ? ഈ ബിരിയാണിയിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് ഭർത്താവ് വിഷം ചേർത്ത ബിരിയാണി കഴിച്ചിട്ട് ബോധം കെട്ടു. ഉടനെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വാടാന്ന് പറഞ്ഞു. അവൻ വന്നു, അവൻ നെഞ്ചത്ത് കയറി ഇരുന്നു. ആ സമയത്ത് ഭാര്യ തലയണ കൊണ്ടുവന്നിട്ട് ഭർത്താവിനെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊന്നു. എന്നിട്ട് പേടിച്ച് കാമുകൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരം പുലരുന്നത് വരെ ആ ശവശരീരത്തിന്റെ സമീപത്തിരുന്ന് ഈ പെണ്ണ് നീലചിത്രം കണ്ടുകൊണ്ടിരുന്നു. നേരം പുലരുന്നതുവരെ. എന്തൊരു മനസ്സാ, ആലോചിച്ച് നോക്കിയേ. എങ്ങനെ വിശ്വസിച്ച് കിടക്കും കൂടാ? ആയത്തെ കുറിച്ച് 10 ഓതിയിട്ട് കിടന്നോ? എപ്പോഴാ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതെന്ന് പറയാൻ പറ്റൂല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വലിയ വാപ്പാടെ ജ്യേഷ്ഠനെ പോയി ഒരു ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചിട്ട് കൊന്നു. അത് കണ്ടുകൊണ്ട് ചായയും കൊണ്ടുവന്ന കൊച്ചുമ്മാടെ തലക്കടിച്ച് മൂത്താപ്പാടെ തലക്കടിച്ച് കൊന്നു. ആൾ ബൈക്കിൽ കയറിയിട്ട് നേരെ പോയിട്ട് വാപ്പുമ്മായെ കൊന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ പറഞ്ഞു ഇക്കാ എനിക്ക് കുഴിമന്തി വേണം. അതും വാങ്ങിക്കൊടുത്ത് തിന്ന് വയറ് നിറച്ച് തിന്നാൻ കൊടുത്തിട്ട് അവനെയും കൊന്നു. ഇതെല്ലാം 2 മണിക്കൂറിൻ്റെ ഉള്ളിലാ. എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പം ആ സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ, നോക്കണ പേടിച്ചു.
അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ കാമുകിയെ വിളിച്ചു വരുത്തിയിട്ട് പാവം അവളെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് ഉമ്മയെ കൊന്ന് മരണം ഉറപ്പാക്കുന്നതിന് മുമ്പ് അവൻ പോവാൻ. പേരോ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയരുത്. ഇതെല്ലാം ഇങ്ങനത്തെ പേരുകളായി പോലെ. ഒന്നുകിൽ അസ്മാഉൽ ബദർ, ഇല്ലെങ്കിൽ നബിതങ്ങളുടെ പേര്, ഇല്ലെങ്കിൽ സഹാബത്തിന്റെ പേര്. ഇതെല്ലാം അങ്ങനെ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതെല്ലാം അങ്ങനെയാണ്. അപ്പൊ ഈ നിലയിലൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ. എന്തൊരു ലോകമാ സഹോദരങ്ങളെ. ആരെയും വിശ്വസിക്കാൻ പറ്റൂല. ഒരു വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരെന്റെ മുമ്പിലുണ്ടാവും. പിണറായി വിജയൻ സഖാവിനെ അതുപോലെ നടക്കും, അതുപോലെ മുണ്ടെടുക്കും, അതുപോലെ മുടി ചീകും. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ ഉള്ളത്? ആരും ഉണ്ടാവൂല. അത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നേതാവായി അംഗീകരിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവര് തുണി ഉടുക്കും പോലെ തുണി ഉടുക്കുന്ന, മുണ്ടുടുക്കും പോലെ മുണ്ടുടുക്കുന്ന, തലകോതും പോലെ തല ചീകുന്ന, ഭക്ഷണം കഴിക്കും പോലെ ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മുസ്ലിം ലീഗുകാരാ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ തൊപ്പി വെക്കുകയും മുണ്ടുടുക്കുകയും അവരെ പോലെ നടക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ബാത്റൂമിലേക്ക് കയറണം, ബാത്റൂമിലേക്ക് പോകണം, ആദ്യം എഴുന്നേറ്റാനുള്ള പരിപാടിയാണ്. ബാത്റൂമിലോട്ട് പോകുമ്പോ ഉടനെ ഓർമ്മ വരുന്നു മൈൻഡിൽ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ മുത്ത് കയറിയത് ഇടത് കാല് വെച്ചിട്ടാ, ഞാനും ഇടത് കാല് വെച്ചേ കയറൂ. എൻ്റെ തങ്ങൾ കയറിയാൽ ഇടത് വശം ചരിഞ്ഞാണ് ഇരുന്നിട്ടുള്ളത്, ഞാനും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഒരുപാട് സമയം എൻ്റെ മുത്ത് ഇരുന്നിട്ടില്ല, ഞാനും ഇരിക്കില്ല. ഇറങ്ങുമ്പോ വലത് കാല് വെച്ച് ഇറങ്ങിയിട്ട് ദുആ ഓതും, ഞാനും അങ്ങനെ തന്നെ. എന്നിട്ട് വന്ന് വെള്ളം കുടിക്കുമ്പോ ഇരുന്ന് കുടിക്കും, നിന്ന് കുടിക്കൂല, ഞാനും ഇരുന്നേ കുടിക്കൂ. എൻ്റെ റസൂൽ ഇടത് കൈ കൊണ്ട് കുടിച്ചിട്ടില്ല, വലം കൈ കൊണ്ടാ കുടിച്ചത്, ഞാനും അങ്ങനെ കുടിക്കൂ. ആട് വെള്ളം കുടിക്കും പോലെ, ഒട്ടകം വെള്ളം കുടിക്കും പോലെയല്ല, മൂന്ന് കുടി വീതം കുടിക്കും, ഞാനും അങ്ങനെ തന്നെ. ബിസ്മി ചൊല്ലിയിട്ട് അവസാന ഹംദ് പറയും. പലപ്പോഴും ഞാൻ കഴിക്കുന്നതും അങ്ങനെ തന്നെ. പുറത്തിറങ്ങുമ്പോഴും ഉടുക്കുമ്പോഴും വലതുഭാഗം വലത്തതിനെ മുന്തിച്ചുകൊണ്ടായ എൻ്റെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഞാൻ എൻ്റെ വാഹനം കയറുമ്പോൾ വലത് കാല് വെച്ച് കയറും. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു. അവസാന കിടക്കാൻ നേരത്ത് വലത്തെ ഭാഗം ചരിഞ്ഞിട്ട് തല തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തും കാല് തെക്ക് ഭാഗത്തും വന്നിട്ട് മുതുകിൻ്റെ ഭാഗം കിഴക്ക് വന്നിട്ട് നെഞ്ചും മുഖവും പടിഞ്ഞാറ് വരത്തക്കവണ്ണം വലത് കൈവെള്ളയിൽ ഇങ്ങനെ കവിളിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ വലത്തോട്ട് ചരിഞ്ഞ് കിടക്കും. അങ്ങനെ കിടക്കുന്നതിൽ, ഉടുക്കുന്നതിൽ, നടക്കുന്നതിൽ, ഭക്ഷണം കഴിക്കുന്നതിൽ, തുപ്പുന്നതിൽ മുമ്പോട്ടും വലത്തോട്ടും തുപ്പൂല ഞാൻ. എൻ്റെ റസൂൽ നിരോധിച്ചു, ഇടത്തോട്ടും പിറകിലേക്ക് ഞാൻ തുപ്പുള്ളൂ. ഇങ്ങനെ അനുകരിക്കുന്ന ലോകത്ത് ശ്രീകൃഷ്ണൻ എന്ന ബഹുമാനപ്പെട്ട ശ്രീകൃഷ്ണനുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീ യേശു ക്രിസ്തു ഉണ്ടോ? ബഹുമാനപ്പെട്ട മോസസ് ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു നേതാവുണ്ടോ? ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ മുഖ്ബിറെ സാദിഖ്, മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, ആമിനയുടെ പൊന്നുമോൻ, അബ്ദുള്ളയുടെ തങ്കക്കുടം, നമ്മുടെ ഖൽബിന്റെ രാജാവ്, നമ്മുടെ ഹൃദയ ത്തിന്റെ മിടിപ്പ്, കണ്ണിലെ കൃഷ്ണമണി, നമ്മുടെ ചോര, നമ്മുടെ ചങ്കിലെ ചോര, നമ്മുടെ ഹബീബ് റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതാണ് നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഭാര്യമാര് എങ്ങനെ നടന്നു അങ്ങനെ നടക്കണം, ഔറത്തൊക്കെ മറച്ച് നടക്കണം. അല്ലാതെ നടക്കുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ നടന്നിട്ട് പോലീസ് പിടിക്കുമ്പോൾ ഉടനെ ഒരു പറന്ന് വരക്കമുണ്ട്. അപ്പോഴെങ്ങനെയാണ് ഈ പർദ്ദ വന്നേന്ന് അറിഞ്ഞൂടാ. അതുവരെയും തുണി ഉടുക്കണോ ഉടുക്കണ്ടേ? ഉടുത്താൽ തന്നെ എവിടം വരെ ഉടുക്കണം? ഈ എവിടം വരെ ഉടുത്താലും അത് ഏത് തുണി ഉടുക്കണം? ഇതെന്റെ സ്വാതന്ത്ര്യമാണോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അവസാനം പോലീസ് കുത്തിന് പിടിച്ച് കിടക്ക് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ഉടനെ ഒരു പർദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കയ്യിലൂട്ട കയറുന്നു. ഇതൊക്കെ ധരിച്ച് ഇങ്ങനെ വളരെ ഖദീജത്തുൽ കുബ്രായ കണക്ക് കുത്തി നിൽക്കുകയാണ്. അതെന്തിനാ അപ്പോഴും മാത്രം നിങ്ങൾക്ക് ഖദീജത്തുൽ കുബ്ര എന്തിനാ പറയിപ്പിക്കുന്നേ? നിങ്ങൾ എങ്ങനെയാണോ തുണി ഉടുക്കാൻ നടന്ന അങ്ങനെ നടന്നാ പോരെ?
എന്തിനാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത്? മറുപടി പറഞ്ഞ് മുസ്ലിം നേതാക്കന്മാർ മടുത്തു. ചാനൽ ചർച്ചകളിൽ എന്നാൽ വിവരമുള്ള ഏവനെങ്കിലും വിളിക്കൂല. വിവരം കെട്ടവരെ ചാനലിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുമ്പോഴാണ് അബദ്ധങ്ങൾ പറഞ്ഞിട്ട് പലപ്പോഴും കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ കഴിയണം. ഒന്നും റസൂലുള്ള ഭീകരമായത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിലാണ്. ഭാര്യ 90 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു. എന്ത് രോഗമാണ്? പ്ലേഗ് രോഗമാണ്. പ്ലേഗ് രോഗം മൂലം കാരണമായിട്ട് ഭാര്യ മരണപ്പെട്ടു വിഭാര്യനായി കഴിയുന്ന 90 ദിവസങ്ങൾ 3 മാസം കഴിഞ്ഞു. സഹോദരങ്ങളെ, മൂപ്പർക്ക് ആ രോഗം പിടിപെടുകയാണ്. മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് രോഗം പിടിപെട്ടു, പ്ലേഗ് രോഗമാ. ആ രോഗം പിടിപെട്ട് സക്കറാത്തിന്റെ ഹാലാണ്. ആ സമയത്താണ് പള്ളിയിൽ നിന്ന് സഹാബാക്കൾ മുആദ് ഇബ്നു ജബൽ തങ്ങളെ കാണാൻ വേണ്ടി പോകുമ്പോ അന്ത്യാഭിലാഷം ചോദിച്ചു, വസിയത്ത് ചോദിക്കുകയാ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ 3 മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചതിന്റെ വേദന, രോഗം തന്നെ വേട്ടയാടിയതിന്റെ വേദന, ഇതെല്ലാം സഹിച്ച് കിടക്കുമ്പോ ഭർത്താവായ മുആദ് ഇബ്നു ജബലിനോട് സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വസിയത്തുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, മുആദ് തങ്ങൾ പറഞ്ഞു, ഒരാഗ്രഹമുണ്ട്. എന്താ? എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ഒരു നിക്കാഹ് കഴിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിക്കാഹ് കഴിക്കണം. സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. രണ്ടാർക്കരയിലെ പള്ളിയിൽ സ്ഥിരമായി പള്ളിയിൽ വരുന്ന 10-90 വയസ്സായ ഒരാള്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല പ്രായം ചെന്നൊരു ഉമ്മ മരിച്ചു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ മൂപ്പർക്കും മരണക്കിടക്കയിലാണ്. അങ്ങനെ പള്ളിയിലെ ഉസ്താദും മീരാൻ ഉസ്താദും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമാമിങ്ങളും എല്ലാവരും കൂടെയൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിച്ചു, എന്തെങ്കിലും വസിയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇയാൾക്ക് അസുഖം വേറെയാണ് എന്നല്ലേ പറയുള്ളൂ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയാണ്, എനിക്കൊരു കല്യാണം കഴിക്കണം. സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കിയപ്പോൾ പറയാണ്, എനിക്ക് ദുനിയാവിൻ്റെ മോഹങ്ങളോ ശാരീരികമായ ആഗ്രഹങ്ങളോ ഒന്നുമല്ല. ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ, ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ, വിഭാര്യനായി റബ്ബിനെ കണ്ടുമുട്ടാ എനിക്ക് വെറുപ്പാ സഹബാ. എന്റെ റസൂലിന്റെ ഒരു സുന്നത്തില്ലാതെ ഞാൻ എങ്ങനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും? പറയൂ. എല്ലാ സുന്നത്തും പക്കയാണ്, ഞാൻ എല്ലാ ചര്യയും മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സുന്നത്തില്ലാതെ പോകാൻ എനിക്ക് വയ്യ. അതേത് സുന്നത്ത്? വഇന്ന മിൻ സുന്നതി അന്നിക്കാഹ്. ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ ഭാര്യ വിധവയായി മണ്ണിലുണ്ടാകണം. അന്തിസ് ഇനിസ്വതിൻ വഫാതിൽ മുസ്തഫ ഖുയ്റന ഫഖ്തറന നബിയൽ മുഖ്തഫ ആയിഷത്തുൻ വഹഫ്സത്തുൻ വസൗദാ സോഫിയത്തും മൈമൂനത്തുൻ വറംലാ ഹിന്ദുൻ വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. മുത്തുനബി ലോകത്തോട് വിട പറയുമ്പോ ഭാര്യമാര് ജീവിച്ചിരിക്കുന്നുണ്ട്, മിക്ക ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. സഹോദരങ്ങളെ, ഞാൻ മരണപ്പെട്ട അല്ലാഹുവിന്റെ അടുക്കൽ പോകുമ്പോ എനിക്ക് വേണ്ടി ചങ്ക് പൊട്ടി കരയാൻ എന്റെ വീട്ടിലൊരു ഭാര്യ വേണം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നൊരു വെള്ള സാരി യക്ഷിയെ പോലെ ഉടുത്തിങ്ങനെ മൂലയിരിക്കും, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നീ സൗന്ദര്യമൊക്കെ അങ്ങ് കള. നീ ഈ ലിപ്സ്റ്റിക്കും തേപ്പ്, അതുപോലെ തന്നെ ഈ പുട്ടിയിടക്കം, അതുപോലെ തന്നെ ഈ കണ്ണിൽ അത് വരപ്പ്, പിന്നെ ഇതൊക്കെ അവസാനിപ്പിച്ച് എല്ലാ ആഡംബരങ്ങളും. ഉസ്താദേ, ബിരിയാണി കഴിക്കാമോ? എൻ്റെ വാപ്പ മരിച്ചു, ഉമ്മ ഇരിക്കാൻ ബിരിയാണി കഴിക്കാമോ? എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ബിരിയാണി കഴിച്ചപ്പോൾ എന്താ വാപ്പ ഖബറിന് പിന്നെ വീണ്ടും കുഴിയിലോട്ട് പോവോ? അതെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കാണാമോ? ജീവിച്ചിരുന്നപ്പോ ഇവര് എന്നും ഒരുമിച്ച് കഴിഞ്ഞവരാ. അപ്പൊ എന്താ മരിക്കുമ്പോ പിന്നെ കൊമ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകാം, ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകാം, അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എവിടെ വേണോ പോകാം.
അത് ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ കഴിയണം, അവിടെ നിന്ന് മാറിക്കൂടാ. ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ 3-4 ശുദ്ധിയിൽ ഇങ്ങനെ അങ്ങ് പോകും. 4 അശ്ഹുരിൻ വ അശ്റ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് പുനർവിവാഹം വേണ്ടേ? ഇത് ഇസ്ലാമിന്റെ നയമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പെണ്ണിനെ ബാക്കിയാക്കിയിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞ മുആദ് ബിൻ ജബൽ തങ്ങൾ സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയാണ്. തനഈം എന്ന് പറയുന്ന മസ്ജിദ് ആയിഷ പള്ളി എന്ന് നമ്മൾ വിളിക്കുന്ന ഇഹ്റാം കെട്ടാൻ പോകുന്ന പള്ളി, അത് നിലനിൽക്കുന്ന തനഈം എന്ന പ്രദേശത്താണ്. ആ തനഈമിന്റെ പരിസരത്ത് പ്രിയപ്പെട്ടവരെ, മദീനയിൽ നിന്ന് ചതിയിലൂടെ കൊണ്ടുവന്ന 10 പേരിൽ 10ാമനായ സയ്യിദുനാ ഖുബൈബ് ബിൻ അദിയുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹു സഹോദരി ചതിയിലൂടെ കൊണ്ടുവരികയാ. അദ്ദേഹത്തിന് ഒരു ഔട്ട് ഹൗസിൽ കെട്ടിയിട്ടു. മക്കക്കാര് പറഞ്ഞു, ഖുബൈബിനെ എനിക്ക് കൊല്ലണം, അവനെ ഞാൻ കൊല്ലും. എല്ലാവർക്കും വാശിയായി കൊല്ലണമെന്ന് പൂതിയായി. അവസാന ഖുബൈബ് തങ്ങളെ കൊല്ലുന്നതിന്റെ തലേ ദിവസത്തിന്റെ സൂര്യാസ്തമയത്തില്, നാളെയുടെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുന്ന സുപ്രഭാത പൊട്ടിവിടരുന്ന സമയത്ത് അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ പലേ ദിവസത്തിന്റെ സായാഹ്നത്തിൽ ചോദിക്കുകയാണ് അന്ത്യാഭിലാഷമായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂർച്ചയുള്ള ഒരു കത്തി വേണമെന്ന്. ഖുബൈബ് തങ്ങൾ ചോദിച്ചു, എനിക്കൊരു കത്തി വേണമെന്ന്. രണ്ടാർക്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഖുബൈബ് തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസത്തിന്റെ അസ്തമയ സമയത്ത് ശത്രുക്കളോട് ചോദിക്കുന്നതൊരു മൂർച്ചയുള്ള കത്തിയാ. ആത്മഹത്യ ചെയ്യാനല്ല, പിന്നെന്തിനാണത് ചോദിച്ചതെന്നറിയോ? കത്തി കൊണ്ട് കൊടുത്തു. ശത്രുക്കൾ മാറി നിന്ന് വീക്ഷിക്കുമ്പോ ഖുബൈബ് തങ്ങൾ ചെയ്ത പണി എന്തെന്നറിയോ? കൈയിലെയും കാലിലെയും വിരലുകളിലെ നഖം വെട്ടുകയാ. കൈകാലുകളിലെ നഖം വെട്ടുകയാണ്. മീശ വെട്ടി ഒതുക്കുകയാണ്. ദാടി ക്ലിയറാക്കുകയാണ്. ആളുകൾ ചോദിച്ചു, ഖുബൈബേ, ഭ്രാന്തുണ്ടോ? അടുത്ത സമയം നീ കൊല്ലപ്പെടാനുള്ളവനല്ലേടാ, ഇപ്പൊ എന്തിനാണൊരു ഒരുക്കമെന്ന് ചോദിച്ചപ്പോ ഖുബൈബ് തങ്ങൾ പറഞ്ഞത്, എടോ, ഞാൻ മരിക്കുകയല്ലേ, മരിക്കുമ്പോ എന്റെ മുത്തിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് മരിക്കാമല്ലോ. സ്വന്തം ജീവനും ജീവിതവും എല്ലാം അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നത് ആത്മാർത്ഥ പ്രണയമാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള വ്യഗ്രത, ഇതാണ് സ്നേഹം, ഇതാണ് പിൻപറ്റൽ, ഇതാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിലും ഇതെന്റെ റസൂൽ എന്ത് ചെയ്തു അതായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. എന്റെ മുത്തെന്ത് ചെയ്തു? കളിയാക്കുന്നവർ കളിയാക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ എന്താ കരുതിയേ? ഈ കാണുന്ന ഈ തങ്ങളെത്തിയോ?